അമേരിക്ക തങ്ങളെ ഏതെങ്കിലും രീതിയിൽ ആക്രമിച്ചാൽ ഗൾഫ് മേഖലയിൽ എങ്ങുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ വീഴുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കൻ താവളങ്ങളും ഇസ്രായേലിനെയും നശിപ്പിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഗൾഫ് മേഖലയിൽ എങ്ങുമുള്ള US സൈനിക കേന്ദ്രങ്ങളിൽ എത്താൻ ശേഷിയുള്ള ഹ്രസ്വദൂര മിസൈലുകളുടെയും മിഡ് റേഞ്ച് മിസൈലുകളുടെയും വലിയ ശേഖരം തന്നെ ഇറാനിലുണ്ട്. ഇറാന്റെ പ്രതിരോധത്തിൽ നിർണായകമാകുന്ന ഈ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തുന്നത്. അടുത്തിടെ ഇറാൻ അവസാനമായി മിസൈൽ പരീക്ഷണം നടത്തിയത് ജൂണിലെ 12 ദിവസത്തെ സംഘർഷത്തിനിടെ ഇസ്രായേലിലായിരുന്നു. ഖത്തറിലെ അമേരിക്കയുടെ അൽ ഉദൈദ് വ്യോമതാവളത്തിലും മിസൈൽ പ്രയോഗിച്ചു. അന്ന് അതിന്റെ പ്രഹരശേഷി ഇസ്രായേലും അമേരിക്കയും മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് ഇറാനുമായുള്ള ആണവ ചർച്ചയിൽ ബാലിസ്റ്റിക് മിസൈൽ ശേഷി കുറയ്ക്കുന്നത് കൂടി ഉൾപ്പെടുത്താൻ ഇസ്രായേൽ അമേരിക്കയെ സമ്മർദ്ദം ചെലുത്തുന്നത്. ഗൾഫ് മേഖലയെയും ഇസ്രായേലിനെയും വിറപ്പിക്കാൻ പോകുന്ന ദീർഘദൂര മിസൈലുകളുടെ വലിയ ശേഖരം തന്നെ ഇറാനിലുണ്ട്. 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള 6ഓളം മിസൈൽ ഇനങ്ങളാണ് ഇറാനിലുള്ളത്. 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ലിക്വിഡ് ഫ്യൂവൽഡ് മിസൈലായ ഖൊറാംഷർ മിസൈലാണ് ഇറാൻ പ്രതിരോധത്തിലെ കുന്തമുന. ഇറാന്റെ ഏറ്റവും അത്യാധുനിക മിസൈലും ഇതുതന്നെയാണ്. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മധ്യപൂർവ്വ ദേശത്തെല്ലായിടത്തും തെക്ക് കിഴക്കൻ യൂറോപ്പും ആക്രമിക്കാൻ ശേഷിയുള്ള സർജിക്കൽ മിസൈലിന്റെ പരിധിയും 2000 കിലോമീറ്റർ ആണ്. ഖത്തറിന്റെ ദൂരപരിധിയും 2000 കിലോമീറ്റർ വരും. ഇതിനിടയിലുള്ള ദൂരപരിധിയിൽ വരുന്ന ഇമാദിന്റെ ശേഷി 1700 കിലോമീറ്റർ ആണ്. ഷഹാബ് 3 മിസൈൽ 1300 കിലോമീറ്ററും ഹൊവീസി 1350 കിലോമീറ്ററും സഞ്ചരിക്കും. ഇറാനിയൻ ന്യൂസ് ഏജൻസി ഇസ്ന 2025 പ്രസിദ്ധീകരിച്ച ഗ്രാഫിക്സ് പ്രകാരം ഇസ്രായേലിനെ ആകെ ഇളക്കാൻ പാകത്തിൽ 9 മിസൈലുകൾ ഇറാന്റെ ശേഖരത്തിലുണ്ട്. ഇതിൽ സെജ്ജിൽ മണിക്കൂറിൽ 1700 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കും. 2000 മുതൽ 2500 കിലോമീറ്റർ വരെയാണ് ദൂരപരിധി. 2000 കിലോമീറ്റർ തന്നെ ദൂരപരിധിയുള്ള ഖൈബർ മിസൈലും 1400 കിലോമീറ്റർ പരിധിയുള്ള ഹജ് ഖാസിം മിസൈലും ഇറാന്റെ ശേഖരത്തെ സമ്പുഷ്ടമാക്കുന്നു. വാഷിംഗ്ടൺ ആസ്ഥാനമായ ആംസ് കൺട്രോൾ അസോസിയേഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരിധി തുലവും കുറവാണ്. ഷഹാബ് 1 മിസൈലിന് 300 കിലോമീറ്ററും ഷഹാബ് 3ക്ക് പരമാവധി 800 കിലോമീറ്റർ വരെയും മാത്രമേ പരിധിയുള്ളൂ. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈൽ ഇപ്പോൾ ഇറാൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും 1500നും 2500നും ഇടയിൽ പരിധി വരുന്ന സെജ്ജിൽ മോഡൽ മറ്റൊരു മിസൈലും പണിപ്പുരയിലാണ് എന്നും ആംസ് കൺട്രോൾ അസോസിയേഷന്റെ റിപ്പോർട്ടിലുണ്ട്. ഗൾഫ് മേഖലയിൽ എങ്ങുമുള്ള US സൈനിക കേന്ദ്രങ്ങളിലും ഇസ്രായേലിലും എത്തി നാശം വിതയ്ക്കാൻ ശേഷിയുള്ള 2000ഓളം മിഡ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ഹ്രസ്വദൂര മിസൈലുകളും ഇറാന്റെ കൈവശമുണ്ട്. ഇസ്രായേൽ മധ്യപൂർവ്വ ദേശത്തെ മിക്ക US സൈനിക കേന്ദ്രങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളിലെ അഥവാ സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, സിറിയ, ഇറാഖ്, UAE എന്നിവിടങ്ങൾ വരെ ഇറാനിയൻ മിസൈലുകൾക്ക് സഞ്ചരിച്ച് എത്താനാകും. ഫത്താ ഖസൈം, ഖൈബർ ഷെഖാൻ എന്നീ മിസൈലുകൾ ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. ജൂണിൽ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചതും ഇതുതന്നെയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ സീരീസ് തുടങ്ങി ത്രിതല പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇസ്രായേലിന് അന്ന് ഇറാനിയൻ മിസൈലുകളെ തടുത്തു നിർത്താനായിരുന്നില്ല. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളുടെ 1/3 മാത്രമാണ് അന്ന് ഇസ്രായേലി പ്രതിരോധ സംവിധാനങ്ങൾക്ക് കണ്ടെത്തി നശിപ്പിക്കാൻ കഴിഞ്ഞത്. ഇറാന്റെ മിസൈൽ ശേഷി കണക്കിലെടുക്കുമ്പോൾ ആലോചിച്ചുറപ്പിക്കാതെ അമേരിക്ക ഒരിക്കലും ഇറാനെ ആക്രമിക്കാൻ മുതിരില്ല. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി കുറയ്ക്കുന്നതുകൂടി ചർച്ചയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെടുന്നത്. മിസൈൽ ശേഷി അറിയാവുന്നതുകൊണ്ടാണ് ഇറാനെ തിടുക്കപ്പെട്ട് ആക്രമിക്കരുത് എന്ന് ഇസ്രായേലും തുടക്കത്തിൽ അമേരിക്കയോട് നിലപാടറിയിച്ചത്. ഇറാന്റെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ മിക്കതും ടെഹ്റാനിലും സമീപ പ്രവിശ്യകളിലുമായാണ് സ്ഥിതി ചെയ്യുന്നത്. മിസൈൽ സിറ്റി എന്നറിയപ്പെടുന്ന 5ഓളം അണ്ടർഗ്രൗണ്ട് കേന്ദ്രങ്ങളുണ്ട്. കെർമൻഷാ, സെംനാൾ അടക്കമുള്ള പ്രവിശ്യകളിലാണ് അണ്ടർഗ്രൗണ്ട് കേന്ദ്രങ്ങളുള്ളത്. 2020 ഒരിക്കൽ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഇറാൻ മിസൈൽ തൊടുത്തുവിട്ട് പരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്.